പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ഏത് ടൈമിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമുക്ക് പോകാം കഥയിലോട്ട്. ഡീമൺ ഷാഡോ റിവ്യൂ എന്ന് പറയുന്നത് ആനിമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സീസൺ 1 നമ്മൾ ചെയ്യാൻ പോകുന്നത് 15ാമത്തെ എപ്പിസോഡാണ്. വെൽക്കം ബാക്ക് ഒരു ആനിമേറ്റേഴ്സ്. സ്റ്റാർട്ടിങ് യൂറു അവിടെ നിന്ന് വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? വില്ലേജിലുണ്ടായിരുന്നവർ എന്നെ ചതിച്ചു, അതേപോലെ ഇപ്പോൾ ഡെഞ്ചനെ ചതിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. അവൻ പിന്നീട് കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പഴയ കാര്യങ്ങൾ ഓർത്തതും അവൻ പണ്ട് അവരിപ്പോൾ ഉണ്ടായിരുന്ന അതൊക്കെ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ വില്ലേജും അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒരു നായ വരികയാണ് ചെയ്യുന്നത്. ആ നായ വന്നിട്ട് ഫ്ലാഷ് ബാക്കിൽ അവൻ ചിന്തിക്കുകയാണ്, അതായത് കരനെ കൊണ്ട് ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നു എന്താണ് എന്നെ ഉപയോഗിച്ച് പോയിരുന്നു. അപ്പോൾ ഡെഞ്ച് വന്നിട്ട് ആ ഫ്ലാഷ് ബാക്കിൽ താരിട്ട് ഡെഞ്ച് വന്നിട്ട് പറയുന്നത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുന്നത്. അതോർത്ത് അവന് അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കുകയാണ്, ഡെഞ്ച് എവിടെയാണെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ചോദിക്കുമ്പോൾ അവർ പറയാൻ ചെയ്യുന്നത് വ്യാജമായിട്ടുള്ള ഗ്യാസ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ഡറൻറ്റും ഒക്കെ ഉള്ള സ്ഥലത്താണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഡറ നിൽക്കുന്നുണ്ടായിരുന്നു. ഡറ ചോദിക്കുകയാണ്, അതായത് നീ ഇവിടെ എന്തെടുക്കുകയാണ് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുത്തിരി ടീമിന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഇത് കൂടി നടന്നപ്പോൾ കയറിയതാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നീട് ഭക്ഷണം മൊത്തം കഴിച്ചത് കണ്ടിട്ട് ഡറ നല്ല ദേഷ്യപ്പെടാണ്, അയച്ചിട്ട് കൊണ്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ എല്ലാവരും കൂടി, അതായത് നമ്മളെ ഡറ എൻജോയ് കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ലെറ്റർ നോക്കിയതും മതിയിലൂടെ അവൻ്റെ അപ്പനമ്മൻ്റെ ഫോട്ടോ കാണുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസും യൂറോ നിൽക്കുന്ന ഫോട്ടോ കാണുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ അതായത് അവൻ്റെ ലെഫ്റ്റും റൈറ്റും സംസാരിക്കാൻ ചെയ്യുന്നത്, നമുക്കെങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം എന്ന രീതിക്ക് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് സീൻ കട്ട് ചെയ്താൽ ഗജി വില്ലേജാണ് കാണിക്കുന്നത്. അവിടെ കുറേ ആൾക്കാർ എന്തോ മാങ്ങത്തോ വായിച്ച് കരയാണ്. രണ്ടാൾക്കാർ വരുന്നുണ്ട്, മഞ്ഞമുടിയൻ പിന്നെ ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളെന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ഒരു മാങ്ക റൈറ്ററല്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു വില്ലേജിൻ്റെ ക്ലാൻ ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു നല്ല മാങ്ക റൈറ്റർ ആയാൽ മതി എന്ന് പറയാൻ ചെയ്യുന്നത്. തുടർന്ന് അവർ ഏണ്ടോ പോകും, ക്ലാൻ്റെ മെയിൻ ആൾ ഏണ്ടോ പോകുന്നത് കാണിച്ചുകൊണ്ട് ആ ഒരു സീന് അവിടെ കട്ടാവാണ്. അതായത് അവിടെ ആ വില്ലേജിൽ നിന്നും ഏണ്ടോ കാറിൽ പോകുന്ന കാണിച്ച സീൻ കട്ടാവാണ്. പിന്നെ ഏതോ ഫാക്ടറിയാണ് കാണിക്കുന്നത്. അവിടെ യൂറോ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കിടന്നുകൊണ്ടിരിക്കുക. അധികം ചിത്രശലഭം പറഞ്ഞു നടക്കുന്നു, ഇതാരോ കകമുറിക്കുള്ള ആനയാണോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പം തന്നെ നമ്മൾ മുന്നേ കണ്ട വെള്ളമായിരുന്നു, ഇത് കറുപ്പാണ്. പെട്ടെന്ന് തലയോട്ടിയുള്ള എന്തോ രൂപം അവിടെ വരുന്നു. യൂറിൻ്റെ ആയുധം, അതായത് ആയുധം എടുക്കാനായിട്ട് നോക്കിയതും അവൻ്റെ കൈ ആ ഒരു വന്നിരിക്കുന്ന തലയോട്ടിയുള്ള പശു അവിടെ പിടിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ കൈ അതിൽ നിന്ന് എന്തെടുക്കുകയായിരുന്നു. അപ്പോൾ ലെഫ്റ്റും റൈറ്റിനും വിളിക്കുകയാണ് ചെയ്യുന്നത് ഒച്ചത്തിൽ. അപ്പോൾ അവർ അത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ലെഫ്റ്റും റൈറ്റിനും വിളിക്കുകയാണ് ഡറയൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡറ അത് കാണുകയും അവൻ്റെയൊക്കെ ഉള്ള നെയ്പ്പർ, അതായത് ഡറൻ്റെയൊക്കെ നെയ്പ്പർ ഉണ്ടായിരുന്നു, ആ നെയ്പ്പറായിട്ട് വെക്കാനായിട്ട് വെച്ചതും അതിനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അത് തെന്നി മാറാനായിട്ട് നിന്നതും പെട്ടെന്ന് തന്നെ യൂറോണിയമേറ്റ് മേലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതായത് ആ ഒരു ഫോമിൽ, അതായത് നിയമ ഫോമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂറോ അവിടെ നിന്നും വെട്ടുമ്പോൾ ചിത്രശലഭങ്ങളായിട്ട് അത് പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സീൻ കട്ട് ചെയ്താൽ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതായത് പിന്നെ കാണിക്കുന്ന യൂറോ അവിടെ നിന്ന് മിസ്സായിരിക്കുകയാണ്.
അവർ പിന്നെ ഒരു ഫാക്ടറിൻ്റെ ഉള്ളിലാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ നിന്നതും ടെലിപ്പോർട്ട് ആവുകയാണ് ചെയ്തത്. ടെലിപ്പോർട്ട് ആയതും പിന്നെ കാണിക്കുന്നത് അവിടെ കിഴവനും അതുപോലെ തന്നെ അസ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഉണ്ടായിരുന്നു. അങ്ങനെ യൂറോവിനെ കാണിക്കുകയാണെങ്കിൽ ആ ടീം തൻ്റെതായിരുന്നു എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂറിനോട് ചോദിക്കുകയാണ് തനക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ യൂറിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ നിർത്തി കുറച്ച് കാര്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ടറ ഏതോ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അവിടെ നോക്കുമ്പോൾ ഫുൾ ലൈറ്റാണ് കാണുന്നത്, ഒരു വെളിച്ചം പോലും ഇല്ല. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഇട്ടതും അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ടതും പിന്നീട് അവിടെ മുന്നിൽ ഒരു ആൾ നിൽക്കുന്നുണ്ട്. അവിടെ കുറേ ഡെഡ് ബോഡീസൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പം വരികയാണെങ്കിൽ ഇവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാമെന്ന് അറിയാമല്ലോ എന്ന രീതിക്ക് ഇപ്പോൾ അവിടെ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടതും ലെഫ്റ്റും റൈറ്റും അവിടെ കിടന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫൈറ്റിന് നിൽക്കാമെന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ലെഫ്റ്റിനോട് ഫൈറ്റിന് വരാൻ പറയുന്നതും എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറയുന്നിടത്ത് ഈ ഒരു എപ്പിസോഡ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ സീസൺ 1 15ാമത്തെ എപ്പിസോഡ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു 16ാമത്തെ എപ്പിസോഡായിട്ട് വരാം. സബ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇട്ട് കഴിക്കുന്നതാണ്. ഗുഡ് ബൈ ലൈഫ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു വാമ്പയറിൻ്റെ പോലത്തെ ഒരു ആനിമയാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന ആനിമയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗുഡ് ബൈ ലൈഫ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ടീമത്തെ ഷാർട്ട് അറിവ് കേൾക്കാനായിട്ട് നോക്കുന്നുണ്ട്. സബ് ചെയ്യാം.